അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ. അല്ലാഹ് പറയാണ്, ഒരു സമൂഹം അവർ വിശ്വസിക്കുകയും ശരിയാവണ്ണം തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ, നന്മയിലൂടെ ജീവിക്കുകയും ചെയ്താൽ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ, തഖ്വയോടുകൂടി ജീവിക്കുക. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് നരകമുണ്ട് എന്ന പേടിയോടുകൂടി റബ്ബിനെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകളോടുകൂടി ജീവിക്കുക എന്നതാണ് തഖ്വ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച്, ഞാൻ ആരും കാണുന്നില്ലെങ്കിലും, ഒറ്റക്കാണെങ്കിലും, റൂമിനുള്ളിലാണെങ്കിലും, ആരും കാണാതെ മൊബൈൽ കാണുന്നുണ്ടെങ്കിലും എൻ്റെ റബ്ബെന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് അവന് തഖ്വയുണ്ടാവുക. ആ തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അല്ലാഹ് പറയണതെന്നറിയോ? ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ. അവർക്ക് ആകാശ ലോകത്ത് നിന്ന് ബറക്കത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബറക്കത്തിൽ നിർഭയത്തുണ്ട്, ആ ബറക്കത്തിൽ റിസ്കുണ്ട്, ആ ബറക്കത്തിൽ അമ്നുണ്ട്, സമാധാനമുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക്, നന്മയോടുകൂടി ജീവിക്കുന്നവർക്ക്, നന്മയിൽ വർത്തിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകൾ ഇട്ടു നൽകും. അവൻ്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ സമയത്തിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ മക്കളിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകും. ഇങ്ങനെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ടു നൽകുമെന്ന് പറഞ്ഞത് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് പറഞ്ഞു, വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. പക്ഷേ ആ തഖ്വയോടുകൂടി ജീവിക്കാതെ തോന്നിയതെല്ലാം കണ്ട് തോന്നിവാസികളായി ജീവിച്ച്, നാട്ടിനൊത്തും കാലത്തിനൊത്തും ഒഴുക്കിനൊത്തും ജീവിച്ച്, തോന്നിവാസികളായി ജീവിച്ച് എല്ലാ തോന്നിവാസങ്ങളും തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് തെറ്റുകളിൽ മുഴുകി ജീവിച്ചവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല പിടികൂടുന്നതാണ്. ഫഅഖദ്നാഹും, അവരെ പിടികൂടുക തന്നെ ചെയ്യും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വച്ച കർമ്മങ്ങളുടെ ഫലമായി കൊണ്ട് അവരെ പിടികൂടുന്നതാണ്.